Hi friends, welcome back to Vidya's Recipe. അപ്പോൾ ഇന്ന് ഞാനൊരു ഈസി ഡിന്നർ ആണ്. ബ്രൗൺ ബ്രെഡ് വെച്ചിട്ടൊരു ചിക്കൻ സാൻഡ്വിച്ച്. നമ്മുടെ ലുലുലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ ബ്രൗൺ ബ്രെഡ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. അപ്പോൾ അതുപോലെ നമുക്ക് വീട്ടിലൊന്ന് ചെയ്തെടുത്താലോ? അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയറും തരണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തന്നോ കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ കാരണം കൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പം നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊറിയാൻഡർ ലീഫ്, പിന്നെ നമ്മൾ കുറച്ച് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും, പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒണിയന്, പിന്നെ ലെറ്റൂസ് ലീഫ്, പിന്നെ കുറച്ച് ചീസ്, പിന്നെ ബ്രൗൺ ബ്രെഡിൽ എടുക്കുന്നതാണ് നല്ലത് വൈറ്റ് ബ്രെഡിനെക്കാട്ടിലും. പിന്നെ കുറച്ച് ഓയിലും മസാലയൊക്കെ വേണം, ഉപ്പൊക്കെ അത് പിന്നെ കാണിക്കാം. അപ്പോൾ സാൻഡ്വിച്ചിന് നമുക്ക് കുറച്ച് സാധനം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ചിക്കൻ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബാക്കിയുള്ളതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, സ്മെല്ലില്ലാത്ത ഏത് ഓയിലായാലും മതി, വെളിച്ചെണ്ണ വേണ്ട, ബാക്കിയുള്ള എന്തായാലും കുഴപ്പമില്ല. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും കൂടെ നമ്മളിട്ട് കൊടുത്തു. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. പിന്നെ കുറച്ച് ഒണിയനാണ്, അതും അളവൊന്നും പറയുന്നില്ല. ഇത് ഒരുപാടങ്ങ് ഓവർ കുക്കൊന്നും ആകണ്ട. നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇനി കുറച്ച് മസാലകളൂടെ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെപ്പർ പൗഡറാണ്, അത് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇനി ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബോൺലെസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിയിലയും കൂടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 പീസ് ചീസ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 3ഓ 4ഓ എത്രയാണെന്ന് വെച്ചാൽ അത്രയും ഇടാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം ചീസ് കൂടൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുമാണ്. ഞാനിവിടെ 2 സ്ലൈസ് ബ്രൗൺ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്കൊന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ മയോണൈസും ടൊമാറ്റോ കച്ചപ്പും ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിൽ. അല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണിത്. നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡോ വൈറ്റ് ബ്രെഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഉള്ളത് ലെറ്റൂസ് ലീഫാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. കണ്ടില്ലേ? ഇപ്പോൾ അതുപോലെ ഞാൻ എല്ലാം എടുത്ത് ചെയ്തിട്ടൊന്ന് കാണിക്കാവേ. ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്ന് പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിക്കാമേ. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.